എല്ലാവരുടെയും കണ്ണുകൾ വിദൂരതയിൽ നിന്നും വരാനുള്ള ആ ചെറുപ്പക്കാരനെ തിരയുകയായിരുന്നു. വരാമെന്നേറ്റ ദിവസം അവസാനിക്കാറാകുന്നു. ഇനിയും അയാളെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ശിക്ഷ നടപ്പിൽ വരുത്തുക തന്നെ ഉചിതം. വധശിക്ഷ നടപ്പിലാക്കാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തി. രണ്ടാം ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ശിക്ഷ നടപ്പിൽ വരുത്താൻ പോകുന്നത്. നബി ശിഷ്യന്മാരിൽ പ്രധാനിയും തന്റെ സഹപ്രവർത്തകൻ കൂടിയായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ രക്ഷിക്കാൻ പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമായിരുന്നില്ല. കാരണം ഇസ്ലാമിക നിയമം എല്ലാവർക്കും ബാധകമാണ്. എങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കുന്നതിനായി മരണമാണ് ശിക്ഷയെന്നറിഞ്ഞിട്ടും സാക്ഷി നിൽക്കാൻ തയ്യാറായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹവും അനുകമ്പയുമായിരുന്നു ചുറ്റിലും കൂടിയവർക്ക്. അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് തൂക്ക് കയറിട്ടതും ദൂരെ നിന്നും ഒരു ശബ്ദം, അരുത്, അദ്ദേഹത്തെ വധിക്കരുത്, ഞാനിതാ എത്തിക്കഴിഞ്ഞു. അയാൾ ഓടിക്കിതച്ചു വരികയായിരുന്നു. എല്ലാവരും സ്തബ്ധരായി. ആ യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ലായിരുന്നു, അതാണ് ഞാൻ എത്താൻ വൈകിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരിക്കൽ ഒരു വിദേശി യുവാവ് മദീനയിലെത്തി. അവിടെ വെച്ച് ഒരാളുമായി തർക്കമുണ്ടാവുകയും അബദ്ധവശാൽ അത് മദീന സ്വദേശിയായ ആളുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇസ്ലാമിക വിധിപ്രകാരം കൊലക്കുറ്റത്തിന് ശിക്ഷ മരണമാണ്. കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ നിരുപാധികമായോ പ്രായശ്ചിത്തമായി ഭീമമായ തുക സ്വീകരിച്ചുകൊണ്ടോ മാപ്പ് നൽകിയാൽ മാത്രമാണ് വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ 2 മക്കളും പ്രതിക്ക് മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. അതോടെ വധശിക്ഷ നടപ്പാക്കാൻ ഖാദി അഥവാ ന്യായാധിപൻ നിർബന്ധിതനായി. അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന ന്യായാധിപന്റെ ചോദ്യത്തിന് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവസാനമായി ഒന്ന് കാണാനും യാത്ര പറയാനും ഒരാഴ്ച സമയം അനുവദിക്കണമെന്ന് അയാൾ അപേക്ഷിച്ചു. മദീന സ്വദേശികളിൽ ആരെങ്കിലും ജാമ്യം നിന്നാൽ ഒരാഴ്ച സമയം അനുവദിക്കുമെന്ന് ന്യായാധിപൻ മറുപടി പറഞ്ഞു. തന്റെ അവസാന ആഗ്രഹം പൂർത്തീകരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് ആ ചെറുപ്പക്കാരൻ പ്രതീക്ഷിച്ചതുപോലെ ചുറ്റിലും നോക്കി. അയാളുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല. വൃദ്ധനും സ്വഹാബിവര്യനുമായ അബൂദർദ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. ഞാൻ ഇയാൾക്ക് ജാമ്യം നിൽക്കുന്നു, ഇയാളെ പോകാൻ അനുവദിച്ചാൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ന്യായാധിപൻ അതിശയത്തോടെ പറഞ്ഞു, ഇന്ന് അവശേഷിക്കുന്ന നബി ശിഷ്യന്മാരിൽ പ്രമുഖനാണ് നിങ്ങൾ. നബിയെ കാണാത്ത പുതുതലമുറക്ക് നിങ്ങളുടെ വിലപ്പെട്ട സാന്നിധ്യവും സേവനവും ആവശ്യമാണ്. അതിനാൽ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുത്തുകൂടെ എന്ന്. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഇയാളെ വിശ്വസിക്കുകയും ജീവന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭാരമേൽപ്പിക്കുകയും ചെയ്തു. ഉറച്ചതായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ. ഭാര്യയെയും കുഞ്ഞിനെയും അവസാനമായി കണ്ട് യാത്ര പറഞ്ഞു വരാമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ വരവ് വൈകിയതിനാലായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിൽ കയറ്റിയതും ശിക്ഷ നടപ്പാക്കുന്നതിനായി കഴുത്തിൽ കൊലക്കയറണിയിച്ചതും. അല്പം വൈകി വന്ന ചെറുപ്പക്കാരന്റെ മറുപടി കേട്ടുകൊണ്ട് കഴുമരത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങി. എല്ലാറ്റിനും സാക്ഷിയായ ഖലീഫ ഉമർ അദ്ദേഹത്തിനരികിൽ വന്ന് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നാടോ വീടോ എവിടെയാണെന്ന് ഇവിടെയുള്ള ആർക്കും അറിയാത്ത ഈ ചെറുപ്പക്കാരന് വേണ്ടി ജാമ്യം നിന്നത്? ഇയാൾ വരുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു? ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അബൂദർദ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഖലീഫ ഉമർ ആ ചെറുപ്പക്കാരന് നേരെ തിരിഞ്ഞ്, ഇവിടെയുള്ള ആർക്കും താങ്കളെ ആരെന്നോ എവിടെ നിന്നാണെന്നോ അറിയില്ല, എന്നിട്ടും സ്വയം മരണം വരിക്കാൻ മടങ്ങി വന്നത് എന്തിനാണ്? യുവാവ് മറുപടി പറഞ്ഞു, വിശ്വസിച്ച ഒരാളെ കൊലക്ക് വിട്ടുകൊടുക്കരുതെന്ന് ഞാനും ആഗ്രഹിച്ചു. ഇതൊക്കെയും കണ്ടുനിന്ന അതുവരെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതിരുന്ന കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മക്കള് പ്രതികരിച്ചു, പ്രതിക്ക് ഞങ്ങൾ മാപ്പ് നൽകും. കാരണം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകരുതെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഈയൊരു സൽപ്രവൃത്തി അന്ന് ജീവിച്ചിരുന്നവർക്കും ശേഷം ജീവിച്ചവർക്കും ഒരു പാഠമായി എന്നും നിലകൊള്ളുന്നു. നന്മ പ്രവർത്തിക്കാനും നന്മയിലേക്ക് വെളിച്ചം വീശാനും എല്ലാവർക്കും പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.